പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നത്തിങ് ട്വൈസ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ കവിതയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, കവിതയുടെ അപ്രീസിയേഷൻ നോട്ട്സ്, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ്, ഇവയെല്ലാം തന്നെ വളരെ വിശദമായി വിശദീകരിക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷ് എജുസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെസൺ അഥവാ ഈ കവിത ശരിയാമിതം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കാണുക. ഈ വീഡിയോയിൽ നത്തിങ് ട്വൈസ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട് എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സാം മോഡൽ ഒട്ടനവധി ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നത് വിദ്യാർത്ഥികൾക്ക് വരുന്ന എക്സാമുകളിൽ വളരെയധികം സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കാദ്യം കവിതയിലെ വരികൾ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കാം. Nothing can ever happen twice. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. Even if there is no one dumber, if you are the planet's biggest dunce, you can't repeat the class in summer. This course is only offered once. Question 1. What does the line "Nothing can ever happen twice" mean? എന്താണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്? No event or moment in life does not repeat exactly the same way. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഇവന്റ് ഓർ മൊമെന്റ്, സംഭവമോ ഏതെങ്കിലും ഒരു നിമിഷമോ അതേ രീതിയിൽ രണ്ടാമതൊരിക്കൽ കൂടെ ആവർത്തിക്കുന്നില്ല. Question 2. What sorry fact is stated in the first stanza? ആദ്യ സ്റ്റാൻസയിൽ പറയുന്ന സോറി ഫാക്ട് എന്താണ്? We come into life without preparation and leave life without getting a second chance to practice or make it better again. നാം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു മുന്നൊരുക്കം കൂടാതെയാണ്. എന്നാൽ ജീവിതം ഒരിക്കൽ കൂടെ ജീവിച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഒന്ന് മെച്ചപ്പെടുത്താനുള്ള അവസരം ലഭിക്കാതെയാണ് കടന്നു പോകുന്നത്. Question 3. What does the poet say we arrive here improvised? എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Because everyone enters life without preparation or previous experience. Improvised, തത്സമയം ചെയ്യുക, ഉടൻ ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്ന ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യാതൊരു മുന്നൊരുക്കവും കൂടാതെ, ഒരു മുൻ പരിചയം ഇല്ലാതെയാണ് എന്നാണ്. Question 4. What does the word improvised here mean? എന്താണ് ഈ പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? In the poem, improvised means without preparation or practice. ഈ പദത്തിന്റെ അർത്ഥം without preparation or practice, ഒരു മുന്നൊരുക്കം അതല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഇല്ലാതെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 5. What is the rhyme scheme of the poem? ഈ കവിതയുടെ റൈം സ്കീം എന്താണ്? The overall rhyme scheme of the poem is ABAB. Though in the first stanza, twice and improvised form only a slant or near rhyme. കവിതയുടെ ഓവറാൾ റൈം സ്കീം എന്നുള്ളത് ABAB എന്നിങ്ങനെ തന്നെയാണ്. ആദ്യ സ്റ്റാൻസയിൽ ട്വൈസ് ഇംപ്രൊവൈസ്ഡ് ഒരു പെർഫെക്റ്റ് റൈം അല്ല എങ്കിലും ഒരു സ്ലാന്റ് റൈം ഓർ നിയർ റൈം തീർക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്റ്റാൻസുകളിലും ABAB എന്ന് തന്നെയാണ് റൈം സ്കീമായി പരിഗണിക്കേണ്ടത്. Question 6. What is the main idea expressed in the first stanza? ആദ്യ സ്റ്റാൻസയിലൂടെ പ്രകടമാക്കുന്ന പ്രധാന ആശയം എന്താണ്? We enter life without any preparation and leave it without getting a second chance to practice living. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മുന്നൊരുക്കമില്ലാതെയും ആ ജീവിതം വീണ്ടും ഒരിക്കൽ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ലഭിക്കാതെ കടന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ വിശദീകരിക്കുന്നത്. Question 7. In the second stanza, what is life compared to and who is the person entering life compared to? Which point device is used for this comparison? രണ്ടാമത്തെ സ്റ്റാൻസയിൽ ജീവിതത്തെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയെ ആരോട് കമ്പയർ ചെയ്തിരിക്കുന്നു? ഈ രണ്ട് കമ്പാരിസണിലും ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏത്? ലൈഫ് ഈസ് കമ്പയർഡ് ടു എ കോഴ്സ് ഓർ ക്ലാസ്. ജീവിതത്തെ ഏതെങ്കിലും ഒരു പഠന കോഴ്സിനോടോ ക്ലാസ്സിനോടോ ഉപമിച്ചിരിക്കുന്നു. ആൻഡ് ദ പേഴ്സൺ എൻറ്ററിംഗ് ലൈഫ് ഈസ് കമ്പയർഡ് ടു എ സ്ലോവർ ലേണർ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയെ ഒരു സ്ലോ ലേണർ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, ബുദ്ധിശക്തി കുറഞ്ഞ
ഒരു പഠിതാവിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഹിയർ ഈസ് മെറ്റഫർ. ഇവിടെ ഈ രണ്ട് കമ്പാരിസണിലും ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റഫർ എന്ന പോയറ്റിക് ഡിവൈസ് ആണ്. ക്വസ്റ്റ്യൻ 8. വാട്ട് ഡസ് ഡമർ മീൻ ഹിയർ? ഡമർ എന്ന പദം കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ലെസ് ഇന്റലിജന്റ് ഓർ മോർ ഫൂളിഷ്. ബുദ്ധിശക്തി കുറഞ്ഞ, അതല്ലെങ്കിൽ വിഡ്ഢിത്തം കൂടിയ ഒരു വ്യക്തിയെയാണ് ഡമർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 9. വാട്ട് ഇസ് ദ ഫ്രേസ് ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ് മീൻ? ഈ സ്റ്റാൻസയിൽ, ഈ വരികളിൽ പറയുന്ന ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദ വേൾഡ്സ് ബിഗസ്റ്റ് ഫുൾ. ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയായ വ്യക്തി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ 10. വിച്ച് പോയറ്റിക് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ്? ഈ ഫ്രേസിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏത്? ഇറ്റ് ഈസ് എ ഹൈപ്പർബലി, എക്സാജറേഷൻ ടു സ്ട്രെസ് എക്സ്ട്രീം ഫൂളിഷ്നെസ്. ആ സ്ലോ ലേണറുടെ വിഡ്ഢിത്തത്തിന്റെ പാരമ്യം അത് വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർബലി എന്ന പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാളെ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ്, ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 11. വാട്ട് ഡസ് ക്ലാസ് സ്റ്റാൻഡ് ഫോർ? വാട്ട് ഡസ് കോഴ്സ് സ്റ്റാൻഡ് ഫോർ? എന്താണ് ക്ലാസ്, കോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബോത്ത് ക്ലാസ് ആൻഡ് കോഴ്സ് സ്റ്റാൻഡ് ഫോർ ലൈഫ് ഇറ്റ്സെൽഫ്. അവ രണ്ടും ജീവിതം എന്നതിന് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവിതം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 12. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റെഫറൻസ് ടു ഇൻ സമ്മർ? ഈ വരിയിൽ പറയുന്ന ഇൻ സമ്മർ എന്ന പദത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു സമ്മർ സ്കൂൾ. ഒരു സമ്മർ സ്കൂളിനോടാണ് ആ സമ്മർ എന്നുള്ള പദം തന്നെ സൂചന നൽകുന്നത്. where students can prepare or repeat a subject to improve their grades. ഒരു സമ്മർ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അവരുടെ പഠനം ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും, ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കും. ബട്ട് ഇൻ ലൈഫ് ദർ ഇസ് നോ സച്ച് ചാൻസ്. എന്നാൽ ജീവിതത്തിന്റെ കോഴ്സിൽ അത്തരം ഒരു സമ്മർ സ്കൂളില്ല, ഒരു സെക്കൻഡ് ചാൻസ്, ഒരു ഇംപ്രൂവ്മെന്റ് ഒന്നും ലഭ്യമല്ല. ക്വസ്റ്റ്യൻ 13. വാട്ട് ഇസ് മെന്റ് ബൈ ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്? ഈ വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് വി ലിവ് ഓൺലി വൺസ്, ലൈഫ് കനോട്ട് ബി റിപ്പീറ്റഡ്. ഒരു കോഴ്സ് പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനാകുന്ന ഒന്നല്ല ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാം ജീവിതം ഒരിക്കൽ മാത്രമേ ജീവിക്കുകയുള്ളൂ, നമുക്കത് റിപ്പീറ്റ് ചെയ്യാനാകില്ല. ക്വസ്റ്റ്യൻ 14. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ എക്സ്പ്രസ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് സ്റ്റാൻസകളിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണ്? Unlike a slow learner who can repeat a class to improve, even the biggest fool will not get another chance to relive life and make it better. ഒരു കോഴ്സുമായിട്ടാണ് ജീവിതത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ പഠനത്തിൽ മോശമായ ഒരു വിദ്യാർത്ഥി വീണ്ടും അവന്റെ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന പോലെ, ഒരു ഇംപ്രൂവ്മെന്റ് ശ്രമം നടത്തുന്നത് പോലെ അല്ല കാര്യം. ജീവിതമാകുന്ന കോഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനാകില്ല. ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫുൾ, ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയായ മോശമായ ഒരു പഠിതാവിന് പോലും ഒരു സെക്കൻഡ് ചാൻസ് ലഭ്യമാകില്ല ജീവിതത്തിന്റെ കാര്യത്തിൽ. വി വിൽ നോട്ട് ഗെറ്റ് അനദർ ചാൻസ് ടു റീലിവ് ലൈഫ്. ജീവിതത്തെ വീണ്ടും ഒരിക്കൽ കൂടെ ജീവിക്കാനുള്ള അവസരം ലഭ്യമാകില്ല. ആൻഡ് ടു മേക്ക് ഇറ്റ് ബെറ്റർ, നമുക്ക് ജീവിതം മെച്ചപ്പെടുത്താനുമാകില്ല. ലൈഫ് ഈസ് എ വൺ ടൈം എക്സ്പീരിയൻസ്. ജീവിതം ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്, ഒരു വൺ ടൈം പ്രാക്ടീസ് ആണ്. ഇതാണ് രണ്ടാം സ്റ്റാൻസയിലൂടെ കോഴ്സുമായി ജീവിതത്തെ കമ്പയർ ചെയ്തുകൊണ്ട് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന ആശയം. Now the third to fifth stanza. No day copies yesterday, no two nights will teach what bliss is. In precisely the same way, with precisely the same kisses. One day perhaps some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. The next day, though you are here with me, I can't help looking at the clock. A rose, what could that be? Is it a flower or a rock?
Question 1. What is meant by no day copies yesterday? എന്താണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്? It means every day is different. No 2 days are exactly the same. അതിനർത്ഥം ഓരോ ദിവസവും വ്യത്യസ്തമാണ്. ഒരിക്കലും 2 ദിനങ്ങൾ ഒരുപോലെയാകില്ല. Question 2. Which poetic device is used in the line no day copies yesterday? The poetic device is personification. The poet gives the day a human ability to copy another day. ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള പോയറ്റിക് ഡിവൈസ് പോയറ്റ് ഡേ എന്ന ഒരു ആബ്സ്ട്രാക്ട് ഐഡിയ, മനുഷ്യനല്ലാത്ത ജീവനില്ലാത്ത ഒരാശയത്തിന് മറ്റൊരു ദിവസത്തെ കോപ്പി ചെയ്യാനുള്ള മനുഷ്യൻ്റെതായ ഒരു ഹ്യൂമൻ അബിലിറ്റി കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് പേഴ്സോണിഫിക്കേഷന്റെ ഉദാഹരണമാണ്. Question 3. What is no 2 nights will teach what bliss is in precisely the same way mean? ഈ വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? It means happiness or joy comes in different ways each time. ഓരോ പ്രാവശ്യവും ഹാപ്പിനെസ്സും ജോയ്, സന്തോഷവും ആഹ്ലാദവും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരിലേക്കും എത്തുന്നത്. No 2 experiences of joy are identical. ഒരിക്കലും നമ്മുടെ ആഹ്ലാദത്തിന്റെ 2 ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തീർത്തും ഐഡന്റിക്കൽ ആകില്ല, ഒരേപോലെയാകില്ല. Question 4. Which poetic device is used in the line no 2 nights will teach what bliss is? ഈ ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന poetic device ഏതാണ്? The poetic device is personification. The poet gives night the human ability to teach someone. Night എന്നുള്ള ഒരു ആബ്സ്ട്രാക്ട് നൗണിന് മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ, മറ്റൊരാളെ പഠിപ്പിക്കാനൊക്കെയുള്ള ടീച്ചിങ് അബിലിറ്റി കൽപ്പിച്ചു നൽകിയത് ഒരു പേഴ്സോണിഫിക്കേഷന്റെ ഉദാഹരണമാണ്. Question 5. Can you identify an example of sensory imagery in with precisely the same kisses? ഈ വരിയിൽ ഒരു സെൻസറി ഇമേജറി കണ്ടെത്താൻ കഴിയുമോ? The word kisses is an example of tactile imagery as it appeals to the sense of touch. നമ്മുടെ സെൻസ് ഓഫ് ടച്ച്, സ്പർശനവുമായി ബന്ധപ്പെടുന്ന ഒരു ഇമേജ് തീർക്കുന്നു കിസ്സസ് എന്നുള്ള ആ വേർഡ്. അതുകൊണ്ട് തന്നെ ഈ വരിയിൽ ഉൾപ്പെടുന്ന സെൻസറി ഇമേജറി ടാക്ടൈൽ ഇമേജറിയാണ്. Question 6. What is the main idea expressed in the third stanza? 3-ാം സ്റ്റാൻസയിലൂടെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണ്? The third stanza highlights the uniqueness of every moment. ഓരോ നിമിഷത്തിൻ്റെയും അതുല്യത, ഓരോ നിമിഷവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള ഒരു ആശയമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത്. Each day or each night brings different experiences, whether joy, sorrow, hope or anything else. ഓരോ രാത്രിയും ഓരോ പകലും ഏത് തരത്തിലുള്ള വികാരമാണെങ്കിലും അതെല്ലാം വ്യത്യസ്തമായി തന്നെയാണ് നമുക്ക് നൽകുന്നത്. Time passes and every moment offers something new. കാലം, സമയം കടന്നു പോകുന്നു, അതിലെ ഓരോ നിമിഷവും നമുക്ക് പുതിയ അനുഭവങ്ങളാണ് നൽകുന്നത്. Question 7. What does idle tongue mean? Idle tongue എന്ന ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? It means someone speaking casually or without much thought. കൂടുതലൊന്നും ചിന്തിക്കാതെ സംസാരിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് അതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Question 8. In the expression idle tongue, tongue is used as. ഈ എക്സ്പ്രഷനിൽ ടങ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പോയറ്റിക് ഡിവൈസിന്റെ ഉദാഹരണമായിട്ടാണ്. ഏതാണ് പോയറ്റിക് ഡിവൈസ്? ആൻസർ: synecdoche. Synecdoche here means a part of the body which is used to represent a person speaking. ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം. സിനക്ഡക്കി എന്നുള്ള പോയറ്റിക് ഡിവൈസ് വിദ്യാർത്ഥികൾ മെറ്റോണമി എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കണം. സിനക്ഡക്കിയും മെറ്റോണമിയും വ്യത്യസ്തമാണ്, എന്നാൽ വളരെയധികം സിമിലാരിറ്റിയുമുണ്ട്. സിനക്ഡക്കി ഒരു പൂർണ്ണമായ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും, അതിൻ്റെ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും സിനക്ഡക്കി. അതായത് ടങ് എന്നുള്ളത് ഹ്യൂമൻ ബോഡിയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഭാഗമാണ്. എന്നാൽ ടങ് എന്നുള്ള ആ ഒരു പാർട്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ഉദ്ദേശിക്കുന്നു, അതാണ് ഹോൾ. എ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ പേഴ്സൺ സ്പീക്കിംഗ്.
മെറ്റോണമി എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കില്ല. പൂർണ്ണമായ ഒരു വസ്തുവിൻ്റെ റിലേറ്റഡ് ആയിരിക്കും, അതുമായി ബന്ധമുള്ളതായിരിക്കും. എപ്പോഴും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു എക്സാമ്പിളാണ് ക്രൗൺ ടു മീൻ കിങ് ഓർ കിങ്ഷിപ്പ്. രാജാവ്, രാജഭരണം എന്നൊക്കെ ഉദ്ദേശിക്കാൻ വേണ്ടി അതുമായി ബന്ധമുള്ള ഒരു റിലേറ്റഡ് വേർഡായ ക്രൗൺ എന്നുപയോഗിക്കുന്നതാണ് മെറ്റോണമി. Question 11. In the expression, some idle tongue mentions your name, whose name is the speaker implying? ഈ എക്സ്പ്രഷനിൽ യുവർ നെയിം എന്ന് പരാമർശിക്കുന്ന ആ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആരുടെ പേരാണ് സ്പീക്കർ ഇംപ്ലൈ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? The speaker is implying the name of someone who is beloved to him. തനിക്ക് പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുടെ പേരിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. Question 12. What imagery does the expression all human sense create when it highlights the beauty and fragrance of the rose? റോസ് എന്ന ആ പൂവിന്റെ മനോഹരമായ വർണ്ണം, അതിന്റെ സുഗന്ധം, ഈ അർത്ഥത്തിൽ ഓൾ ഹ്യൂ ആൻഡ് സെൻസ് എന്നുള്ള ഈ എക്സ്പ്രഷൻ ഒരു ഇമേജറി തീർക്കുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ഇമേജറി തീർക്കുന്നു. ഏതൊക്കെ ഇമേജുകളാണ് നമുക്കിതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് വിഷ്വൽ ഇമേജറി ഹ്യൂ. റോസിന്റെ മനോഹരമായ ആ വർണ്ണം അതൊരു കാഴ്ചയുടെ ചിത്രം തീർക്കുന്നു, വിഷ്വൽ ഇമേജറി. ആൻഡ് ഒൾഫാക്ടറി ഇമേജറി, സെന്റ്. ആ സുഗന്ധത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ലുമായി ബന്ധപ്പെടുന്ന ഒരു ഒൾഫാക്ടറി ഇമേജും ഇവിടെ തീർത്തിരിക്കുന്നു. Question 13. What does all hue and scent describe? ഈ എക്സ്പ്രഷൻ എന്തിനെയാണ് വിശദീകരിക്കുന്നത്? It describes the rose's beautiful color and fragrance, symbolizing the joyful feeling of the speaker. നേരിട്ട് റോസിന്റെ കളറും അതിന്റെ സെന്റുമാണ് പറയുന്നതെങ്കിലും, ആ മനോഹരിതയാണ് അതിലൂടെ ലിറ്ററലായിട്ട് വിശദീകരിക്കുന്നതെങ്കിലും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ജോയ്ഫുൾ ഫീലിംഗ് ഓഫ് ദ സ്പീക്കർ. കവിതയിലെ സ്പീക്കറുടെ ആഹ്ലാദം നിറഞ്ഞ മനസ്സാണ് അതിലൂടെ പ്രകടമാക്കുന്നത്. Question 14. In stanzas 4 and 5, what contrasting feelings of the speaker are highlighted? ഈ രണ്ട് സ്റ്റാൻസകളിലൂടെ സ്പീക്കറുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന വിപരീതമായ ചില വികാരങ്ങളെ പ്രകടമാക്കുന്നുണ്ട്. എന്താണ് ആ കോൺട്രാസ്റ്റിംഗ് ഫീലിംഗ്സ്? In stanza 4, the speaker feels sudden joy and delight on hearing the beloved's name. നാലാമത്തെ സ്റ്റാൻസയിൽ പറയുന്നു, തന്റെ ബിലവഡിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സാകെ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. ആഹ്ലാദം നിറഞ്ഞ ഒരു വികാരമാണ് നാലാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. Whereas in stanza 5, despite the beloved's presence, the speaker loses that joy and feels restless and impatient. എന്നാൽ അഞ്ചാമത്തെ സ്റ്റാൻസയിൽ നേരെ മറിച്ച്, ആ ബിലവഡ് അപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ജോയ്, ആഹ്ലാദം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാകുന്നു. ഇതാണ് കോൺട്രാസ്റ്റിംഗ് ഫീലിംഗ്സ്. Question 15. In the next day, though you are here with me, I can't help looking at the clock. ഈ വരിയിൽ what change in feeling is shown? സ്പീക്കറുടെ ഏത് തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ഓഫ് ഫീലിംഗ് ആണ് പ്രകടമാക്കുന്നത്? It shows how fast feeling can shift. ഈ വരികൾ കാണിക്കുന്നത് മനുഷ്യവികാരങ്ങൾ എത്രമാത്രം വേഗത്തിലാണ് ഷിഫ്റ്റ് ആകുന്നത്, അതിന് മാറ്റം സംഭവിക്കുന്നത്. From a day's joy and excitement to the next day's dullness. ഒരു ദിവസത്തെ ആഹ്ലാദത്തിൽ നിന്നും തൊട്ടടുത്ത ദിവസത്തെ ഡൾനെസ്, മൂകമായ ശോകമായ അവസ്ഥയിലേക്ക് എത്രമാത്രം വേഗത്തിലാണ് മനുഷ്യവികാരങ്ങൾ മാറുന്നത് എന്നാണ് ഈ വരികളിലൂടെ കാണിക്കുന്നത്. Question 16. What does I can't help looking at the clock mean? ഈ വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? And how does it relate to the poem's theme of time's uniqueness? എങ്ങനെയാണ് ഈ വരിയിൽ പറയുന്ന കാര്യം കവിതയുടെ ആശയമായ ടൈംസ് യുണീക്നെസ്, സമയത്തിന്റെ അതുല്യത, ഓരോ നിമിഷവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള ആശയവുമായിട്ട് ഈ വരി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, ബന്ധപ്പെടുന്നത്? It means the speaker feels bored and impatient counting the minutes. ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാനായില്ല എന്ന് പറയുമ്പോൾ നിമിഷം എണ്ണിക്കൊണ്ട്, സമയം എണ്ണിക്കൊണ്ട് സ്പീക്കർ വളരെ വിരസമായ, വളരെ ഇംപേഷ്യൻ്റായ, അസ്വസ്ഥമായ ഒരു അവസ്ഥയിലാണെന്നാണ് കാണിക്കുന്നത്. This contrasts with the earlier moments of joy and shows that each moment in time is different. സ്പീക്കറുടെ ഇപ്പോഴത്തെ വിരസമായ അവസ്ഥ നേരത്തെ
തൊട്ട് തലേ ദിവസം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആഹ്ലാദത്തിന്റെ നിമിഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് കാണിക്കുന്നത് ഈച്ച് മൊമെന്റ് ഇൻ ടൈം ഈസ് ഡിഫറെന്റ്. സമയത്തിലെ ഓരോ നിമിഷവും വ്യത്യസ്തമാണെന്നാണ്. തൊട്ട് തലേ ദിവസം വളരെ എക്സൈറ്റഡ് ആയിരുന്നു, എന്നാൽ പിറ്റേ ദിവസം ക്ലോക്കിലെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് വളരെ വിരസമായിട്ടിരിക്കുന്ന ഒരു സ്പീക്കറെയാണ് കാണുന്നത്. Question 17. What poetic device is used in a rose? A rose. What could that be? Is it a flower or a rock? ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രകടമാക്കുന്ന ഈ വരികൾ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? The lines uses repetition. ഇവിടെ ആവർത്തിച്ച് റോസ് എന്ന് ഉപയോഗിച്ചത് റെപ്പറ്റീഷൻ എന്നതിന്റെ ഉദാഹരണമാണ്. ഫോർ എംഫസിസ്, അത് പറയുന്ന കാര്യത്തിന്റെ ഒരു ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെപ്പറ്റീഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ള പോയറ്റിക് ഡിവൈസും ഉപയോഗിച്ചിരിക്കുന്നു. ടു ഷോ ഹൗ ദി ഏർലിയർ എക്സൈറ്റ്മെന്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ പ്രസന്റ് ഇമോഷണൽ ഡൾനെസ്. നേരത്തെ ഉണ്ടായിരുന്ന ആഹ്ലാദത്തിന്റെ വികാരം ഇപ്പോൾ പ്രസന്റ് മൊമെന്റിൽ എത്രമാത്രം ഡൾനെസ്സിലേക്ക് മാറി, വിരസമായ അവസ്ഥയിലേക്ക് മാറി എന്നുള്ള ആ ഷിഫ്റ്റ് ഓഫ് ഫീലിംഗ് കാണിക്കാൻ ആണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന ക്വസ്റ്റ്യനും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Question 18. What sensory imagery can you identify in the lines? A rose. What could that be? Is it a flower or a rock? ഈ വരികളിൽ ഉൾപ്പെടുന്ന സെൻസറി ഇമേജറി ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ റോസ് ആൻഡ് റോക്ക്, ഫ്ലവർ, ഇതെല്ലാം തന്നെ വിഷ്വൽ ഇമേജുകളുടെ ഉദാഹരണങ്ങളാണ്. The line contains visual imagery. As a rose, a flower and a rock appeal to the sense of sight. Question 19. What is the significance of the phrase the next day? തൊട്ട് പിറ്റേ ദിവസം എന്നർത്ഥം വരുന്ന the next day എന്നുള്ള ആ ഫ്രേസിന്റെ പ്രാധാന്യം എന്താണ്? It shows how quickly feelings can change from joy one day to dullness the very next day. ഇത് മനുഷ്യവികാരങ്ങളുടെ പൊടുന്നനെയുള്ള മാറ്റത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഫ്രേസാണ്. ഫ്രം ജോയ് വൺ ഡേ, ഒരു ദിവസം ആഹ്ലാദം, അത് ദ വെരി നെക്സ്റ്റ് ഡേ, വളരെ തൊട്ടടുത്ത ദിവസം തന്നെ അത് ഡൾനെസ്സിലേക്ക് വഴിമാറുന്നു. Question 20. Do you think there are a speaker and a listener in this poem? ഈ കവിതയിൽ ഒരു സ്പീക്കറും ലിസണറും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവോ? Yes. The speaker shares personal thoughts and feelings, addressing the beloved directly at times. ഇടയ്ക്കൊക്കെ തൻ്റെ പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് തൻ്റെ വ്യക്തിപരമായ ചിന്തകളും ഫീലിങ്സും ഒക്കെ സ്പീക്കർ പങ്കുവെക്കുന്നത്. വിച്ച് സജസ്റ്റ് ആൻ ഇംപ്ലൈഡ് ലിസണർ. അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയാത്ത, ഈ കവിതയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാത്ത, സംസാരിക്കാത്ത ഒരു ലിസണർ ഉണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നു. Now the last two stanzas 6 and 7. Why do we treat the fleeting day with so much needless fear and sorrow? It is in its nature not to stay. Today is always gone tomorrow. With smiles and kisses we prefer to seek a chord beneath our star. Although we are different, we concur, just as two drops of water are. Question 1. Why do we treat the fleeting day with so much needless fear and sorrow mean? ഈ രണ്ട് വരികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? It means there is no point in worrying about a day that will soon be over. വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്ത് നാം എന്തിനു വറീഡാക്കണം എന്നാണ് ചോദ്യം. ഇതൊരു റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദിനം, സമയം അതിവേഗം കടന്നു പോകുന്ന ദിവസങ്ങളെക്കുറിച്ച്, നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് നാം എന്തിന് വറീഡാക്കണം എന്നുള്ള ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. Question 2. What is the significance of the phrase fleeting day? Or why is the day called a fleeting day? ഇവിടെ പറയുന്ന fleeting day എന്നതിന്റെ പ്രാധാന്യം എന്താണ്? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡേയെ fleeting day എന്ന് പരാമർശിച്ചിരിക്കുന്നത്? The word fleeting highlights how quickly each day or moment passes. Fleeting എന്ന പദത്തിന്റെ പ്രാധാന്യം ഓരോ ദിവസവും ഓരോ നിമിഷവും എത്രമാത്രം വേഗത്തിലാണ് കടന്നു പോകുന്നു എന്ന് കാണിക്കാനാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. Question 3. What way of life is expressed in the question, why do we treat the fleeting day with so much needless fear and sorrow?
വാട്ട് പോയറ്റിക് ഡിവൈസ് ഈസ് യൂസ്ഡ് ഹിയർ. ഈ വരിയിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വി ഓഫ് ലൈഫ്, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത്? ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏത്? It reflects the idea that life is short and should be enjoyed in the present without brooding over the past days and worrying about the days to come. ജീവിതം വളരെ ചുരുങ്ങിയ ഒരു കാലമാണെന്നും കഴിഞ്ഞുപോയ ദിനങ്ങളെക്കുറിച്ചോർത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് സമയം കളയാതെയും വരാനിരിക്കുന്ന ദിനങ്ങളെക്കുറിച്ചോർത്ത് വറീഡാവാതെയും ആശങ്കപ്പെടാതെയും വർത്തമാനകാലത്ത് ലഭ്യമായ നിമിഷങ്ങൾ പൂർണ്ണമായും എൻജോയ് ചെയ്യണമെന്നുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന പോയറ്റിക് ഡിവൈസ് ആണ്. ക്വസ്റ്റ്യൻ 4. വാട്ട് ഡസ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ മീൻ? ഈ വരിയിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇറ്റ് മീൻസ് എ ഡേ പാസസ് ക്വിക്ലി ആൻഡ് കനോട്ട് ലാസ്റ്റ് ഫോർ എവർ. ഓരോ ദിവസവും അതിവേഗം കടന്നു പോകുന്നു, സമയത്തിന് ഫോർ എവർ, അത് എന്നേക്കും ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ നിൽക്കാനാകില്ല എന്നാണ് ഈ വരിയിലൂടെ കാണിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ടൈം. സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. സമയം എന്നുള്ളത് എപ്പോഴും മൂവിങ് ഫോർവാർഡ്, അത് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒന്നാണ്. ഇറ്റ് കനോട്ട് ലാസ്റ്റ് ഫോർ എവർ, നിശ്ചലാവസ്ഥയിൽ എന്നും നിലനിൽക്കാൻ അതിനാകില്ല. ഇറ്റ് ഈസ് ഇറ്റ്സ് നേച്ചർ, ടൈംസ് നേച്ചറാണത്. അതാണ് ഈ വരിയിലൂടെ പ്രകടമാക്കുന്നത്. Question 5. In the line, it is in its nature not to stay. The poet says it is time's nature to pass. ഈ വരിയിലൂടെ കവി പറയുന്നത് ടൈം എന്നതിൻ്റെ നേച്ചറാണ്, അതിൻ്റെ സ്വഭാവമാണ് ടു പാസ്, കടന്നു പോവുക എന്നുള്ളത്. നിശ്ചലമായി നിൽക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ടൈം. ബട്ട് യൂസേഴ്സ് നോട്ട് ടു സ്റ്റേ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ടു പാസ്. എന്നാൽ സമയം സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അർത്ഥം വരുന്ന ടു പാസ് എന്ന പദത്തിന് പകരം നോട്ട് ടു സ്റ്റേ എന്ന ഒരു നെഗറ്റീവ് ഫ്രേസാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാൻ യു ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഹിയർ ടു എക്സ്പ്രസ് ആൻ ഐഡിയ ബൈ നെഗേറ്റിംഗ് ഇറ്റ്സ് ഓപ്പോസിറ്റ്? ഒരു ആശയം പ്രകടമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോസിറ്റീവ് ഐഡിയക്ക് പകരമായിട്ട് അതിൻ്റെ വിപരീതത്തെ നെഗറ്റീവ് ചെയ്തിരിക്കുന്ന ഈ ശൈലിയിൽ അടങ്ങിയിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് തിരിച്ചറിയാമോ? ഇതാണ് ക്വസ്റ്റ്യൻ. യെസ്, ദി ആൻസർ ഈസ് ദ പോയറ്റിക് ഡിവൈസ് ഈസ് ലൈറ്റോറ്റീസ്. ലൈറ്റോറ്റീസ് എന്നുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണിത്. നാം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് പദം നെഗറ്റീവ് ചേർത്ത് പറയുന്ന രീതി. ടു പാസ് എന്നതിന് പകരം നോട്ട് ടു സ്റ്റേ എന്ന് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ 6. What is meant by today is always gone tomorrow? ഈ വരി കൊണ്ടെന്താണ് അർത്ഥമാക്കുന്നത്? Every moment of today moves forward. ഇന്നത്തെ ഓരോ നിമിഷവും അത് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു into tomorrow, നാളെയിലേക്ക്. And becomes part of the past. എന്നിട്ട് ആ കടന്നു പോകുന്ന നിമിഷങ്ങൾ ഓരോന്നും പാസ്റ്റിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. Question 7. In the line Today is always gone tomorrow, 3 phases of time are combined. ഈ വരിയിൽ നമുക്ക് ടൈം, കാലഘട്ടത്തിൻ്റെ 3 ഘട്ടങ്ങളും 3 phases ഒരുമിച്ച് ചേർത്തത് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ടുഡേ പ്രസന്റ്, ഗോൺ പാസ്റ്റ് ആൻഡ് ടുമോറോ ഫ്യൂച്ചർ. വാട്ട് പോയറ്റിക് ഡിവൈസ് ഇസ് യൂസ്ഡ് ഹിയർ? എക്സ്പ്ലെയിൻ. ഏത് പോയറ്റിക് ഡിവൈസ് ആണ് ഈ ഒരു അവതരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്ന് വിശദീകരിക്കുക. ദ പോയറ്റിക് ഡിവൈസ് ഈസ് പാരഡോക്സ്. പാരഡോക്സ് അഥവാ വിരോധാഭാസം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ പോയറ്റ് കമ്പൈൻസ് പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻ എ സിംഗിൾ തോട്ട്. ഒരൊറ്റ ആശയത്തിലൂടെ കാലത്തിന്റെ 3 ഘട്ടങ്ങളെയും സമന്വയിപ്പിച്ചിരിക്കുന്നു. ക്രിയേറ്റിംഗ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സീംസ് കോൺട്രഡിക്ടറി. പരസ്പരം വിരുദ്ധമാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഈ അവതരണം. പാരഡോക്സ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ആശയത്തെ അവതരിപ്പിക്കുന്ന രീതി. ക്വസ്റ്റ്യൻ 8. വാട്ട് ഡു സ്മൈൽസ് ആൻഡ് കിസ്സസ് മീൻ ഹിയർ? കവിതയിൽ പറഞ്ഞിരിക്കുന്ന ഈ 2 പദങ്ങൾ കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? They symbolize joy, love, affection, kindness and harmony in relationship.
മനുഷ്യബന്ധങ്ങളിലുള്ള ഇത്തരം ഗുണങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 9. ഇൻ വി സീക്ക് എ ഗോഡ്, ഹൂ സീക്സ് എ ഗോഡ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? വി സീക്ക് എ ഗോഡ് എന്നുള്ള ഫ്രേസിൽ ആരാണ് ഈ വി? ആരാണ് എ ഗോഡ് യോജിപ്പ് തേടുന്നത്? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദ സ്പീക്കർ ആൻഡ് ദ ബിലവഡ് ഓർ പീപ്പിൾ ഇൻ ജനറൽ സീക്ക് എ ഗോഡ്. കവിതയുടെ സ്പീക്കറും സ്പീക്കറുടെ ബിലവഡുമാണ് എ ഗോഡ് യോജിപ്പ് തേടുന്നത്. അതല്ലെങ്കിൽ പീപ്പിൾ ഇൻ ജനറൽ മൊത്തം ജനങ്ങളും അതന്വേഷിക്കുന്നു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മീനിങ് ദേ ട്രൈ ടു ലിവ് ഇൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാർമണി. പരസ്പര വിശ്വാസത്തോടെയും പൊരുത്തത്തോടെയും ഒരുമിച്ച് ജീവിക്കുക, എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി ജീവിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ 10. വാട്ട് ഡസ് ബെനീത് അവർ സ്റ്റാർ മീൻ? ഈ ഫ്രേസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എവറി വൺസ് ഷെയർഡ് ഫേറ്റ് ഓർ ഡെസ്റ്റിനി. ഓരോരുത്തരുടെയും വിധിയുടെ സ്വാധീനത്തിനനുസൃതമായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 11. വാട്ട് ഡസ് ദ ലൈൻ ഓൾദോ വി ആർ ഡിഫറെന്റ് വി കൺകർ മീൻ? ഈ വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? It means that even though we have differences, we agree on the importance of living in harmony. നാം എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നാം എല്ലാവരും ഒരുമിച്ച് ഹാർമണിയിൽ ജീവിക്കണമെന്നുള്ള അതിൻ്റെ പ്രാധാന്യത്തിൽ നാം എല്ലാവരും അഗ്രി ചെയ്യുന്നു. ആ ഒരു ആശയത്തോട് നാം ഒരുമിച്ച് നിൽക്കുന്നു. ക്വസ്റ്റ്യൻ 12. In the line, although we are different, we concur. Two contrasting ideas are present through different and concur. What poetic device is used here? Although we are different, we concur. ഈ വരിയിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആശയങ്ങളെ പരസ്പരം ചേർത്തുകൊണ്ടാണ് ഒരു ആശയം പ്രകടമാക്കുന്നത്. കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് എന്നുള്ളത് ഡിഫറെൻറ്റ് എന്നുള്ളതും വ്യത്യസ്തമായിരിക്കുക, ആൻഡ് കൺകർ യോജിക്കുക. വ്യത്യസ്തമാവുക, യോജിക്കുക എന്ന വിപരീത ആശയങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ പ്രയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏത്? ദ ലൈൻ യൂസസ് പാരഡോക്സ് ആസ് ഇറ്റ് പെയർസ് ടു ഓപ്പോസിറ്റ് ഐഡിയാസ്. രണ്ട് വ്യത്യസ്തമായ ഓപ്പോസിറ്റായ ആശയങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നു. ബീയിങ് ഡിഫറെൻറ്റ് യെറ്റ് അഗ്രീയിങ്. വ്യത്യസ്തമാകുന്നു എങ്കിലും യോജിക്കുന്നു. ടു ഷോ എ ഡീപ് ട്രൂത്ത് യൂണിറ്റി ഡിസ്പൈറ്റ് ഡിഫറൻസസ്. വളരെ അഗാധമായ ഒരു സത്യത്തെയാണ് ഈ കോൺട്രാസ്റ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂണിറ്റി ഡിസ്പൈറ്റ് ഡിഫറൻസസ്. വ്യത്യസ്തരെങ്കിലും ഒരു ഐക്യം. ക്വസ്റ്റ്യൻ 13. In the final lines, the people who are different but concur are compared to two drops of water. വ്യത്യസ്തരെങ്കിലും യോജിക്കുന്നു എന്ന് പറയുന്ന ജനങ്ങളെ രണ്ട് ജലത്തുള്ളികളോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. What poetic device is used in this comparison? ഈ കമ്പാരിസണിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതെന്ന് കണ്ടെത്തുക. The device is a simile, as the comparison uses just as. As എന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ജനങ്ങളെയും ഡ്രോപ്സ് ഓഫ് വാട്ടർ അതിനെയും കമ്പയർ ചെയ്തിരിക്കുന്നത്. ടു ഷോ ലൈക്ക്നെസ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഡ്രോപ്സ് ഓഫ് വാട്ടർ. രണ്ട് വ്യത്യസ്തരായ ജലത്തുള്ളികൾ, അവ രണ്ടും വ്യത്യസ്തമാണ്, എന്നാൽ ചേർത്താൽ യോജിക്കും. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിത്വവും വ്യത്യസ്തമാണ്, എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് അഗ്രിമെന്റിൽ കൺകറൻസിലെത്താൻ സാധിക്കും, യോജിപ്പിലെത്താനും സാധിക്കും. ക്വസ്റ്റ്യൻ 14. വാട്ട് ഡസ് എക്കോർഡ് മീൻസ് ഹിയർ? എന്താണ് എക്കോർഡ് എന്നുള്ള പദം ഇവിടെ അർത്ഥമാക്കുന്നത്? ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഈ കോണ്ടെക്സ്റ്റിൽ എക്കോർഡ് എന്നുള്ള പദത്തിൻ്റെ പ്രാധാന്യം എന്ത്? ഇറ്റ് മീൻസ് അഗ്രിമെന്റ്, ഹാർമണി ഓർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എക്കോർഡ് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് യോജിപ്പ്, പരസ്പര വിശ്വാസം എന്നൊക്കെയാണ്. It suggests that despite their differences, the speaker and the beloved, or people in general, choose to live peacefully and in unity. സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കറുടെ ബിലവഡ് അവർ വ്യത്യസ്തരെങ്കിലും, അതല്ലെങ്കിൽ പീപ്പിൾ ഇൻ ജനറൽ ജനങ്ങൾ മൊത്തത്തിൽ എങ്കിലും, എങ്ങനെ എടുത്താലും ഓരോരുത്തരും വ്യത്യസ്തരാണ്. എന്നിട്ടും they choose to live peacefully and in unity. സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ അവരൊക്കെ തീരുമാനിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രാധാന്യം. Question 15. What is although we are different we concur just as two drops of water are made? എന്താണ് ഈ വരികൾ കൊണ്ട് ഇതിലൂടെ
പറയുന്ന ആശയം എന്താണ്? ഇറ്റ് മീൻസ് ഈവൻ ദോ വി ഹാവ് ഡിഫറൻസസ്, വി ഓൾസോ ഹാവ് സിമിലാരിറ്റീസ് ലൈക്ക് 2 drops ഓഫ് വാട്ടർ. നമുക്കെല്ലാവർക്കും ധാരാളം ഡിഫറൻസസ്, വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വി ഹാവ് ഓൾസോ സിമിലാരിറ്റീസ്, നമുക്കൊരുപാട് സാമ്യതകളുമുണ്ട്. ലൈക്ക് 2 drops ഓഫ് വാട്ടർ, 2 വ്യത്യസ്തമായ ജലത്തുള്ളികൾ പോലെ. ഓരോ തുള്ളിയും വ്യത്യസ്തമാണ്, എന്നാൽ ചേർത്ത് വെച്ചാൽ അത് ഒരുമിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ ചിലതെങ്കിലും MCQ രൂപത്തിൽ പരിചയപ്പെടുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നാൽ അവ വിശദീകരിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ PDF ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ബ്ലോഗിലൂടെ ലഭ്യമാക്കുന്നതാണ്. വിദ്യാർത്ഥികൾ PDF വായിച്ച് അത്തരം ക്വസ്റ്റ്യൻസ് കൂടെ പരിചയപ്പെടുക. ഇതുവരെ ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ഉപകാരപ്പെടുന്നതാണ്. ഇത്തരം ഉപകാരപ്പെടുന്ന വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സഹായകരമായ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.